ഹായ് നമസ്കാരം കൂട്ടുകാരെ, താഴ്ന്നവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നല്ലേ, ഒരു കുഞ്ഞു പുളിശ്ശേരി. കുഞ്ഞു പുളിശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഒരു വെള്ളരിക്ക മാത്രം വെച്ചിട്ട് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം ഇട്ടില്ലല്ലേ. ഞാനിത് കുറച്ചും വെള്ളരിക്കയും ഒരു ചെറിയൊരു വഴുതനങ്ങയും മുരിങ്ങാക്കായി പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടില്ലേ ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ, പോന്നോളൂ. പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ ഉണ്ട്, വെള്ളരിക്ക ഉണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിട്ടത്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് വഴുതന അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴുതന വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതാണ്. പിന്നെ പച്ചമുളകും മുരിങ്ങക്കായും കൂടി മുറിച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ലേശം നമുക്ക് ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണമല്ലോ, അതും നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നിനെ വേവിച്ചെടുക്കണം. പുളിശ്ശേരിക്ക് നമ്മൾ ഒന്നും മഞ്ഞൾപ്പൊടി അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഇടലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അതിന് ഒരു മുറി തേങ്ങയും കുറച്ചും ജീരകവും കൂടി അരച്ചതാണിത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തു. ഒന്ന് ഇത് വെച്ചിട്ട് ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അരി പിന്നെ കായും ചേനയും വെച്ചിട്ട് കുറുക്ക് പുളിശ്ശേരി ഉണ്ടാക്കുന്നില്ല, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പുളിശ്ശേരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തൈര് അടിച്ച് വെച്ചതാണത്. ഞാൻ കട്ടത്തൈരുണ്ടായത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിന് മാറ്റി വെക്കണം. തിളച്ച് വരുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് ഇനി താളിച്ചിടാനുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ നമ്മൾ ചീനച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിത്. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിൽ കടുകും കൂടി ചേർത്തു. കുറച്ചും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്, നമുക്ക് ഉലുവ ചേർക്കാം. പുളിശ്ശേരിക്ക് ഉലുവ ഒന്നും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു 4 വറ്റൽമുളക്, ചെറിയ കുഞ്ഞു വറ്റൽമുളകാണ് ഉണ്ടായത്. അപ്പോൾ അതും കൂടി മുറിച്ചിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നല്ല ഒരു വാസന വരുന്നത്, ഇതെല്ലാം മൊരിഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോൾ നമ്മളെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്താണെന്നറിയാം, അതല്ലേ നല്ല പുളിശ്ശേരി നല്ല സുന്ദരക്കുട്ടപ്പനായി കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് കുറച്ചും കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഇതിനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ പുളിശ്ശേരി കണ്ടില്ലേ, നല്ല പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ. അടിപൊളി പുളിശ്ശേരിയാണ്.